ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ഈ പർദ്ദ ഇതിൻ്റെ അമ്മച്ചിൻ്റെയാണ്. ഇത് ഞാൻ ഒരു ചുരിദാർ ടോപ്പാക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ സൈഡ് ഓപ്പണൊക്കെ ഉള്ളൊരു ടോപ്പാക്കി മാറ്റാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം വെട്ടി കളഞ്ഞിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പർദ്ദയെ ഞാൻ നടുമടക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഒരളവിനുള്ള ചുരിദാർ ഇതിൻ്റെ മേലെ നല്ല കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ചോക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുരിദാറിൻ്റെ അതേ അളവിൽ ആ പർദ്ദയിലൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും താഴേക്ക് വരച്ചിട്ട് ഇതിൻ്റെ ചുരിദാറിൻ്റെ കറക്റ്റ് അളവിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സൈഡ് ഓപ്പണിൻ്റെ അവിടെ തൊട്ടിട്ട് ഒരു 1.5 ഇഞ്ച് അളവിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സൈഡ് ഓപ്പണ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടിഭാഗത്ത് ഞാൻ ഒരു 2 ഇഞ്ച് അളവിലും കൂടി ഒന്ന് അടിക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ചുകൂടി ഇറക്കത്തിൽ വേണം, അതുകൊണ്ടാണ് 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വെട്ടി കൊടുക്കുകയാണ്. ഇതിൽ ഞാനിപ്പോൾ സൈഡ് ഓപ്പണിൻ്റെ അവിടെ വരെ മാത്രമേ വെട്ടി കൊടുക്കുന്നുള്ളൂ, അല്ലാത്ത ഭാഗത്തൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആം ഹോളിൻ്റെ അവിടെ മുതലേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ആ ചുരിദാറിൻ്റെ അളവ്. ആ ഒരു അളവിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 വശവും ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 വശത്തും ഞാൻ സൈഡ് ഓപ്പൺ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ സൈഡ് ഓപ്പൺ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റെഡി ആവാറില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യൽ. ഞാൻ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്കും റെഡി ആവലുണ്ടായിരുന്നില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അടിപൊളിയായി കിട്ടലുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ വർക്കാവും. സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഓപ്പണിൻ്റെ അരികത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കും. ഇനി അടുത്ത സൈഡും കൂടി സെയിം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാനൊന്ന് ചെയ്തെടുക്കുകയാണ്.
സൈഡ് ഓപ്പൺ എല്ലാം സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ ടോപ്പിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിക്കുകയാണ്. അടിവശത്തും ഞാൻ അതിൻ്റെ അരികത്തുകൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതിൽ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.